നമ്മുടെ ഹിസ്റ്ററിയിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് പോയാൽ വളരെ ഹൊററിഫിക് ആയിട്ടുള്ള കുറെ ജീവികളും ക്രിയേച്ചേഴ്സും ഉണ്ട്. ഈ ജീവികൾ ഇപ്പോൾ എക്സിസ്റ്റ് ആയിട്ടുള്ളെങ്കിൽ നമുക്കാർക്കും ജീവിക്കാൻ പറ്റില്ലായിരുന്നു. സ്റ്റാർട്ടിങ് 7 സ്മൈലോഡോൺ. ഈ ഒരു ക്രിയേച്ചർ ഒട്ടുനോട്ടത്തിൽ നോക്കിയാൽ ഒരു ടൈഗറിന്റെ കൂട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇന്നത്തെ ടൈഗർ കാട്ടിയും വളരെ അധികം ഡേഞ്ചറസ് ആണ്. സ്മൈലോഡോൺ എന്ന പേര് വരാൻ കാരണം തന്നെ ഇവക്കടെ ഈ പല്ലുകൾ കാരണം തന്നെയാണ്. നമ്മളുടെ ഒരു വിരൽ 3 to 4 inches ഉണ്ട്. പക്ഷെ സ്മൈലോഡോണിന്റെ ഈ പല്ലുകളില്ലേ 7 inch വരെ ഉണ്ട്. ഇതിന്റെ വേറെ പേര് എന്ന് പറയുന്നത് സേബർ ടൂത്ത് ടൈഗർ എന്നാണ്. ഡൈനോസർക്ക് ശേഷമാണ് ഈ ക്രിയേച്ചേഴ്സ് എക്സിസ്റ്റ് ആയത്. 1000 years മുമ്പേ ഇവർ ഉണ്ടായത്. പക്ഷേ ഇപ്പൊ ഏറ്റവും പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സിംഹത്തെ സ്മൈലോഡോൺ ഉണ്ടായ ഫൈറ്റിൽ എന്തായാലും ഈ സിംഹത്തെ സ്മൈലോഡോൺ കടിച്ചു തിന്നു. നമ്പർ 6 ജൈജാന്തോപിക്റ്റിക്സ്. ഹോങ്കോങ് എന്ന സിനിമയിലെ ഈ ഒരു ക്രിയേച്ചർ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ക്രിയേച്ചർ വളരെ വലുതൊക്കെയാണ്. വേറൊരു ക്രിയേച്ചറിൽ നിന്നാണ് ഇൻസ്പിറേഷൻ ഉണ്ടായിരിക്കുന്നത്. ഏഷ്യൻ കാലത്തുള്ള ജിഞ്ചോതിപ്പിക്കേഷൻ കുരങ്ങളുടെ ടൈപ്പിലുള്ള ഈ ജൈജാന്തോപിക്കേഷൻ വളരെ വലുതാണ്. പക്ഷേ സിനിമകളിൽ ആൻഗ്രിം ചെട്ടകളായിട്ടാണ്. പക്ഷെ റിയൽ ലൈഫിൽ ഈ ക്രിയേച്ചർ ആക്ച്വലി ഫ്രണ്ട്ലി ആണ്. പക്ഷേ അതിനാരെങ്കിലും ശല്യപ്പെടുത്തിയാലും എന്തെങ്കിലും ഉപദ്രവങ്ങൾ ചെയ്താലും അതിനെ കൊന്നു കൊലവലിക്കും. അതത്രക്ക് പവർഫുൾ ആണ്. ഇതൊരു വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. നമ്പർ 5 മെഗാനൂറ. നമ്മൾ ഇൻസെക്ട്സിനെ കണ്ടിട്ടുണ്ട്, അതായ പാറ്റ, പല്ലി അങ്ങനത്തൊക്കെ. പക്ഷെ അതൊക്കെ വളരെ ചെറുതാണ്. പക്ഷെ വാട്ട് ഇഫ് ഐ ടെൽ യു, വളരെ ഭീമാകാരായിട്ടുള്ള ഒരു ക്രിയേച്ചർ ഉണ്ടായിരുന്നു. കാണാറ് ഇൻസെക്റ്റിന്റെ കൂട്ടുള്ള ഡ്രാഗൺ ഫ്ലൈയുടെ കൂട്ടുണ്ടെങ്കിലും ആക്ച്വലി ഇത് വലുതാണ്. പക്ഷെ ഇന്ന് ചെറിയ പാറ്റേനെ പോലെ പേടിയ ഉണ്ട് ഇന്നത്തെ ആൾക്കാർക്ക്. പക്ഷെ അതിന് പകരം ബനാനൂറ ആണെങ്കിലോ ഡൈനോസറിന്റെ കാലത്ത് മുമ്പുള്ള ഇത് എക്സിസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. എന്നാൽ ഡൈനോസറിന്റെ കൂടെ തന്നെ ഇത് എക്സിസ്റ്റ് ആയി. നമ്പർ 4 മോസാസോറസ്. മോസാസോറസ് എന്ന ഡൈനോസറിന്റെ ഓഷൻ വേഷമാണ്. പക്ഷെ മോസാസോറസ് ഡൈനോസറക്കാരെ ഡേഞ്ചറസ് ആണ്. 55 അടി നീളമുള്ള ഒരു ക്രിയേച്ചർ ഒരു ഡൈനോസറിനെ ഒറ്റ കടി കൊണ്ട് ഇല്ലാതാക്കാം. അത്ര പവർ ഉണ്ട് ഇതിന്. സിനിമകളിൽ പോലും ഇതിനെ ഹൊററിഫിക് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെ കാണുമ്പോൾ റിയൽ ലൈഫിൽ എക്സിസ്റ്റ് ആയെങ്കിൽ ആൾക്കാർ എന്തോരം പേടിച്ചെങ്കിലേ. പക്ഷേ മോസാസോറസിന്റെ ക്രിയേച്ചർ ഡൈനോസറിന്റെ ഒപ്പം തന്നെ ഇത് എക്സിസ്റ്റ് ആയി പോയി. നമ്പർ 3 ടൈറ്റാനോബോവ. നിങ്ങളൊരാള് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് ആരാന്ന് ചോദിച്ചാൽ എല്ലാരും പറയുന്നത് അനാക്കോണ്ട, പൈത്തൻ തുടങ്ങിയവയൊക്കെ. പക്ഷേ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഹൊററിഫിക്കും നമുക്ക് കണ്ടാൽ തന്നെ പേടിയാവുന്ന ഒരു സ്നേക്ക് ഉണ്ടായിരുന്നു. അതായിരുന്നു ടൈറ്റാനോബോവ. ഇന്നത്തെ ഒരു നോർമൽ അനാക്കോണ്ടയുടെ സൈസ് 20 feet ആണ്. പക്ഷെ അനാക്കോണ്ടയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 50 feet ആണ്. അതായത് മനുഷ്യനെ പോട്ട് മനുഷ്യനെക്കാളും വലിയ ജീവനെ ഒറ്റയടിക്ക് വിഴുങ്ങാൻ പറ്റുന്ന ജീവിയല്ല പാമ്പ്. സയന്റിസ്റ്റുകൾ ഇത് പറഞ്ഞേക്കുന്നത് ഇത് നോർമലായിട്ട് തിന്നുന്നത് ക്രോക്കഡൈൽസ് ആയിരുന്നു. ലിറ്ററി ഡൈനോസേഴ്സ് വരെ ഇവർക്കുടെ ഭക്ഷണമായിട്ടുണ്ട്. ഡൈനോസേഴ്സിന് തന്നെ തിന്നുന്ന പാമ്പ്. അപ്പം എന്തോരം പവറായിരിക്കും ഈ പാമ്പിനെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈ പാമ്പ് കോടികൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഇത് എക്സിസ്റ്റ് ചെയ്തായിരുന്നു. ഇതും എക്സിസ്റ്റ് ആയിപ്പോയി. നമ്പർ 2 മെഗലഡോൺ. ഏറ്റവും പവർഫുൾ ഒന്നാണ് ഷാർക്ക്. ദേശീയ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക്. ഇതിന് പറയപ്പെടുന്ന കിങ് ഓഫ് ദ സീനാണ്. അത്രക്ക് ഹൊററിഫിക് രീതിയിലാണ് ഇത് പറയുന്നത്. പക്ഷെ വാട്ട് ഇഫ് ഐ ടെൽ യു ദാറ്റ് ഇതിന്റെ ആൻസിസ്റ്റർ വർഷങ്ങൾക്ക് മുമ്പ്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷാർക്ക് ഉണ്ടായിരുന്നു. സാധാ ഷാർക്കല്ല. ഇൻഫാക്ട് മോസാസോറസുകാരെ വലുതായിട്ടുള്ള ഷാർക്ക് ദ മെഗലഡോൺ. ദ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് തന്നെ പവർഫുൾ ആണ്. അതിന്റെ തന്തയായിട്ടാണ് ഈ മെഗലഡോൺ വരുന്നത്. ഇന്നത്തെ ഒരു ഗ്രേറ്റ് വൈറ്റ് ഷാർക്കിന്റെ 3 ഇരട്ടിക്കാട്ട് വലുപ്പമുള്ള ലാണ് മെഗലഡോൺ. കുറെ സിനിമകൾ തന്നെ കാണിച്ചിട്ടുണ്ട്. മോസാസോറസുകാരത്തി പവർഫുൾ ആയത് മെഗലഡോൺ. ഒരു സയന്റിഫിക് സ്റ്റഡിയിൽ മോസാസോറസും മെഗലഡോണായിട്ട് ഫൈറ്റ് ചെയ്താൽ
മോസാസാസിനെ കഷ്ണങ്ങളാക്കി മാറ്റാനുള്ള ശക്തി ഉണ്ടായിരുന്നു മെഗലോഡോണിക്ക്. നമ്പർ 1 ടൈറാനോസോറസ് ടീറെക്സിന് പറഞ്ഞ ഈ ക്രിയേച്ചർ ഹിസ്റ്ററിയിൽ തന്നെ വളരെ ദ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് കാട്ടിയും 3 times പവർഫുള്ളായ ബയോസ്ഫിക്സ് ഇതിനുണ്ട്. ഇത് കാണാൻ തന്നെ നമുക്കറിയാം. സിനിമയിൽ ഇത് കാണിക്കുമ്പോൾ സ്ക്രീൻ പൊളിച്ചു പറയണ പോലെ നമുക്ക് തോന്നും. അത്രയ്ക്ക് ഇമ്പാക്റ്റും അത്രയ്ക്ക് ഹൊററിഫിക്കായിട്ടുള്ള ഇതൊക്കെ തന്നെയാണ് നമുക്ക് നമ്മുടെ ഭൂമിയിലെ ഏറ്റവും ഹൊററിഫിക്കായിട്ടുള്ള ക്രിയേച്ചേഴ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ബൈ.